ഹായ് ഹലോ നമസ്കാരം. രുചിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ചമ്മന്തി കേട്ടിട്ടുണ്ടാകും. കാരണം തേങ്ങ ചുട്ടക്കച്ച ചമ്മന്തി, അതുപോലെ ചെമ്മീൻ ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, അതുപോലെ പലതരത്തിലുള്ള ചമ്മന്തി. അപ്പോൾ ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാവയ്ക്ക ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിൻലി പാവയ്ക്ക തന്നെയാണ്. ഞാനൊരു വലിയ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ തേങ്ങ ചിരകിയത് 1 മുറി, വറ്റൽമുളക്, പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ വറ്റൽമുളക് എടുത്തതേ ഉള്ളൂ, അതെടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉപ്പ് വേണം, എണ്ണ വേണം. എണ്ണ എന്ന് പറഞ്ഞാൽ ഏത് എണ്ണയും ഉപയോഗിക്കാം, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. പിന്നെ പാവയ്ക്ക, നമുക്ക് എങ്ങനെ പാവയ്ക്ക ഇതിനു വേണ്ടി റെഡിയാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാവയ്ക്ക ചെറുതായിട്ട് അരിയാം. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക അരിഞ്ഞിട്ട് അതിൻ്റെ നടുക്കുള്ള സീഡ്സൊക്കെ കളഞ്ഞെടുക്കാം. ഇതിങ്ങനെയും ചെയ്യാം. ഒരു സ്റ്റീൽ സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അകത്തിൻ്റെ ഭാഗം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയി കഴിഞ്ഞു. വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടാണ് അരിയുന്നത്. എനിക്കിന്ന് അരിയാൻ കുറച്ച് സ്പീഡ് കുറവാണ്, കാരണം കൈ മുറിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് മുഴുവൻ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ കയ്പ്പൊന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് വെതറിയിട്ട് ഒന്ന് പുരട്ടി വയ്ക്കാം. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ, മുളക്, ഉള്ളി, ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം തേങ്ങയും വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാൻ കുറച്ച് എണ്ണ മതി, തേങ്ങയൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയൊന്നും ഒരുപാട് അങ്ങ് ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. ഈ തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് മുളകിടാം. മുളകിടുമ്പോൾ ഒന്ന് പിച്ചിയിടണം. ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ പെട്ടെന്നാവും.
ഇനി ഇതല്ലാതെ വേറൊരു മെത്തേഡുണ്ട്. തേങ്ങ ചുമ്മാ ചുട്ടെടുത്താലും മതി, അതും നല്ല ടേസ്റ്റാണ്. ചുട്ടരച്ച തേങ്ങ ചമ്മന്തി എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ ദേ ഉള്ളി ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി അതിൻ്റെ ആ വെളുത്ത കളറൊന്ന് മാറട്ടെ. തേങ്ങയുടെ മാറുമ്പോൾ നമുക്കിത് ഞങ്ങൾ എടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയും ഉള്ളിയും വറ്റൽമുളകും കൂടെ വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ടിതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരുപാട് ചുമക്കുന്നത് വരെ ഒന്നും മറക്കണ്ട, ഇത്രയും മതിയാവും. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പാവയ്ക്ക വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്പ്പ് കളഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. ഇതേ കണ്ടോ, ഇങ്ങനെ നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇത് പാവയ്ക്കയുടെ കയ്പ്പ് കളയാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുക്കുക, ചോപ്പറിലൊന്നും അടിച്ചെടുക്കരുത്. ഇത്രയാണ് നമ്മൾ പിഴിഞ്ഞെടുത്തത്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് കളഞ്ഞേക്കാം. ഇനി അടുത്തതായിട്ട് സ്റ്റൗ കത്തിക്കാം. പാവയ്ക്ക് നമുക്ക് വറുത്തെടുക്കണം. ഒരുപാട് എണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് പാവയ്ക്കായിട്ട് വറുത്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, കുറച്ചിട്ടാൽ മതി. അപ്പോൾ പാവയ്ക്ക നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ എടുത്തിട്ട് ഈ തേങ്ങാ മിക്സിൻ്റെ കൂടെ തന്നെയാണ് ഇടുന്നത്. ഒരു 4 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പിന്നെയും റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഇട്ടതും റെഡി ആയിട്ടുണ്ട്. കോരിയെടുക്കാം. ഈ സാധനങ്ങളൊക്കെ വറുത്ത് കോരുമ്പം എണ്ണ നല്ല ചൂടായിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് സാധനവും വറുത്ത് കോരുന്ന സമയത്ത് തീ
നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. കോരുന്ന സമയത്ത് നന്നായിട്ട് തീ ഉണ്ടായിരിക്കണം. അത് സിമ്മിൽ ഇട്ടിട്ടാണ് കോരുന്നതെങ്കിൽ അതിനകത്ത് എണ്ണ പിടിച്ചിരിക്കും. നമ്മളിപ്പോൾ കട്ട്ലറ്റോ അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിലും വറുത്ത് കോരുന്ന സമയത്ത് ഒരുവിധം എണ്ണ വെച്ചിട്ട് തന്നെ, എണ്ണ ചൂടായി കിടക്കുമ്പോൾ തന്നെ വറുത്ത് കോരാൻ നോക്കുക. ഞാനിവിടെ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് എണ്ണ വെച്ചിട്ടാണിത് വറുത്ത് കോരുന്നത്. കാരണം എന്താ പറയുന്നത്, നമുക്ക് പച്ചയ്ക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതാവുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ എന്താണ്, ഊണിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കറി. അപ്പോൾ ഇനി അടുത്തത് കൂടെ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ, പാവയ്ക്ക, ഉള്ളി, പിന്നെന്താണ് വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മല്ലിയില. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യാം. വെറുതെ പിച്ചിട്ടാൽ മതി. കൂടെ എന്താണ്, ചമ്മന്തിക്ക് പുളി വേണമല്ലോ, അപ്പോൾ പുളി കൂടെ ആഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണം വരുന്നുണ്ട്. ചമ്മന്തിക്കൊക്കെ മണം ഒന്ന് ആലോചിക്കും, പക്ഷേ നല്ല പാവയ്ക്ക മൂത്ത് വന്നതിൻ്റെയും തേങ്ങയുടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ, ഒന്ന് തണുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഇത്രയും നമുക്കൊന്ന് അരയ്ക്കാം. ഉപ്പിടണ്ട. ഉപ്പ് ശരിക്കും പറഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇടണ്ട, അവസാനം നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് മെയിനായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അമ്മിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ആ വകുപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ മിക്സിയിൽ അരയ്ക്കുന്നതേ ഉള്ളൂ. അരച്ച് കാണിക്കാം. അങ്ങനെ ആദ്യത്തെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, നമ്മൾ സാധാരണ കട്ട ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മണമാണ്, ഭയങ്കര മണമാണ്. അതിൻ്റെ ആ ഒരു മണം വരുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ അടുത്തതും കൂടെ അരച്ചെടുക്കും. അങ്ങനെ ബാക്കി കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരച്ചെടുത്തെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരുവിധം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ പുളിയുടെയും ഉപ്പിൻ്റെയും എരിവും കുറച്ച് കയ്പും എല്ലാം ഉണ്ടാവും. അപ്പോൾ കൈയുടെ അകത്ത് വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും വെള്ളമല്ല, ഇതിനകത്തു നിന്നുള്ള എണ്ണ എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണയൊന്നുമില്ല. നല്ല ശരിക്കും അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല, ഉണ്ടാക്കി നോക്കണം. ഭയങ്കര മണമാണ്, അതുപോലെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൽ വെക്കുന്നില്ല, വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്.
അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരാഗ്രഹം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കണമെന്ന്. ദേ ചമ്മന്തി കൊതുമ്പുവെള്ളത്തിൽ വെച്ചു. അതിൻ്റെ മുകളിലേക്ക് മല്ലിയില, എന്നിട്ട് നമ്മുടെ പാവയ്ക്ക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രുചി ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതെന്ന് പറയുന്നത് നല്ല രുചികരമായ പോഷക ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പാവയ്ക്ക ചമ്മന്തിയാണ്. എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം, കാരണം ഇത് അങ്ങനെ ഒരു റെസിപ്പി ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രമല്ല നല്ല മണമാണ്. ഇതിൻ്റെ മണം എന്താ പറയുക, മണം അടിക്കുമ്പോഴേ നമുക്ക് ചോറ് കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.